റഷ്യൻ ഉപപ്രധാനമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ടുണ്ട്. അതായത് റഷ്യയെ ഇന്ത്യൻ മഹാസമുദ്രവുമായും ഇന്ത്യയുമായും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കരമാർഗ റെയിൽ പാതയെക്കുറിച്ച് പഠനം നടത്താൻ താല്പര്യമുണ്ട് എന്നാണ് റഷ്യയുടെ ഉപപ്രധാനമന്ത്രി പരസ്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ ഈ പ്രതികരണം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് റഷ്യ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് റഷ്യ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതെന്ന് നോക്കിയാൽ സുരക്ഷിതമല്ലാത്ത സമുദ്രപാതകളെയും കടലിടുക്കുകളെയും ഒഴിവാക്കുക എന്നതാണ് ഇതിന് പിന്നിലെ റഷ്യയുടെ പ്രധാന ഉദ്ദേശമെന്ന് വ്യക്തമാണ്. റഷ്യയുടെ നിലവിലുള്ള വിദേശ വ്യാപാരം പ്രധാനമായും ചില പ്രധാനപ്പെട്ട കടൽ പാതകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിലൊന്ന് ഹോർമുസ് കടലിടുക്കാണ്. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങളും നാവിക ഉപരോധങ്ങളും കാരണം ഇവിടെ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മറ്റൊന്ന് ബോസ്ഫറസ് കടലിടുക്കാണ്. തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള ഈ പാതയിൽ ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഗതാഗത തടസ്സങ്ങൾ നേരിടാറുണ്ട്. തുടർച്ചയായ ഒരു കരമാർഗ റെയിൽ പാത നിലവിൽ വരുന്നതിലൂടെ സമുദ്ര ഉപരോധങ്ങൾ, പാശ്ചാത്യ ഉപരോധങ്ങൾ മൂലമുള്ള കപ്പൽ ഗതാഗത തടസ്സങ്ങളെ മറികടക്കാനും വലിയ കപ്പൽ ഇൻഷുറൻസ് ചെലവുകൾ ഒഴിവാക്കിക്കൊണ്ട് ചരക്ക് നീക്കം സാധ്യമാക്കാനും കഴിയുമെന്നതാണ് റഷ്യ കണക്കുകൂട്ടുന്നത്. ഇവിടെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ചൈനയും റഷ്യയും തമ്മിൽ നല്ല ടേംസിലാണ്. റഷ്യ വളരെയധികം ചൈനയെ സാമ്പത്തികമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. ചൈനയുമായിട്ടാണ് വ്യാപാരം നടത്തുന്നത് കൂടുതലായിട്ടും. ചൈനയിൽ നിന്നാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ചൈന റഷ്യയുടെ അടുത്ത് നിന്ന് എണ്ണ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ വാങ്ങുന്നുണ്ട്, ഓയിൽ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്നുണ്ട്, ഗ്യാസ് വാങ്ങുന്നുണ്ട്. സോ ആ ഒരു റിലേഷൻ നിലനിൽക്കുകയാണ്. പക്ഷേ റഷ്യ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചല്ല ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു 10-30 വർഷം കൊണ്ട് റഷ്യ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇന്നോ നാളെയോ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. റഷ്യക്ക് ചൈനയെ കൂടാതെ ഒരു നല്ല പങ്കാളി ആവശ്യമാണ്. ഓൾറെഡി ഇന്ത്യ അങ്ങനെയാണെങ്കിലും റഷ്യ നേരിടുന്ന ഒരു പ്രശ്നം ഇന്ത്യയുമായിട്ട് നേരിട്ട് അവർക്കൊരു അതിർത്തി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളൊരു സമയത്ത് ഇപ്പൊ ഇന്ത്യ റഷ്യയെ സഹായിക്കാൻ തയ്യാറായാലും ഇന്ത്യയുമായിട്ട് ചരക്ക് നീക്കം നടത്തണം എന്നുണ്ടെങ്കിൽ കടൽപാത മാത്രമാണ് നിലവിൽ റഷ്യയുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. അത് വളരെ ചിലവേറിയതാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും ചരക്ക് നീക്കം സാധ്യമാകാത്ത സ്ഥിതി വരും. ഇപ്പൊ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ പല തന്ത്രങ്ങളും മെനയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സുരക്ഷിതമായ ഒരിടം വേണം. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ റഷ്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. റഷ്യക്കും ഇന്ത്യക്കും ഇടയിലായിട്ട് ചൈനയുണ്ട്, മംഗോളിയ ഉണ്ട്. ഈ മംഗോളിയ വഴി ചൈനയിലൂടെ എന്തായാലും ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം ഒരിക്കലും സുരക്ഷിതമല്ല. ഇന്ത്യ ചൈന റിലേഷൻ അത്ര നല്ല നിലയിലൊന്നും അല്ല. നാളെയും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. എന്തിനേറെ പറയുന്നു, ചൈന റഷ്യ ബന്ധം പോലും ഭാവിയിൽ ചിലപ്പോൾ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ചൈന വഴിയുള്ള ഒരു ചരക്ക് നീക്കം നമുക്ക് മറന്നേക്കാം. പിന്നെ ഉള്ളത് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന കസാക്കിസ്ഥാൻ വഴി കിർഗിസ്ഥാൻ അല്ലെങ്കിൽ തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതുവഴി ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇറാനെയും വേണമെങ്കിൽ റഷ്യക്ക് ഒഴിവാക്കാം. ഇറാനെ ഒഴിവാക്കിക്കൊണ്ട് തുർക്ക്മെനിസ്ഥാൻ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വരാം. പക്ഷെ അവിടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഇടയിലാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത്. അപ്പൊ ഈ പാകിസ്ഥാനിലൂടെയുള്ള ഒരു ചരക്ക് നീക്കം സാധ്യമാണോ? പ്രായോഗികമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ സാധ്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇപ്പൊ ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് റഷ്യയുടെ ഉപപ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ വിലയിരുത്തിയാൽ റഷ്യ പാകിസ്ഥാനുമായിട്ടടക്കം സംസാരിച്ച് ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി സമാധാനപരമായിട്ട് ഒരു റെയിൽ പാത അവിടെ നിന്ന് കണക്ട് ചെയ്ത് നേരെ ഇന്ത്യയുമായി കണക്ട് ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തും എന്നതായിരിക്കാം റഷ്യ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തോന്നാം. പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയാണോ? റഷ്യയെ പോലത്തെ ഒരു രാജ്യം അടുത്ത 10, 25, 30 വർഷം അത് കഴിഞ്ഞ് നടക്കാൻ സാധ്യതയുള്ള, ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്തിട്ടായിരിക്കും ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഇന്ത്യയും റഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു പാത ആവശ്യമാണെങ്കിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഫ്ഗാനിസ്ഥാന്റെ വഖാൻ കോറിഡോർ വഴി നമുക്ക് റഷ്യയുമായി കണക്ട് ചെയ്യാം. ഇപ്പൊ റഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാൻ വഴി, ഉസ്ബെക്കിസ്ഥാൻ വഴി താജിക്കിസ്ഥാനിലേക്ക് എത്തുന്ന റെയിൽപാത അത് അഫ്ഗാനിസ്ഥാന്റെ ഒരു ചെറിയ, നമ്മുടെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ വഖാൻ കോറിഡോർ എന്ന് പറഞ്ഞ ഒരു ചെറിയ കോറിഡോർ ഉണ്ട്. അവർക്ക് 15 മുതൽ 20 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ, താജിക്കിസ്ഥാനും ഇന്ത്യയുടെ പാക് അധീന കാശ്മീരിനും ഇടയിലായിട്ട്. അപ്പൊ ഈ ഒരു വഖാൻ കോറിഡോർ വഴി നമുക്ക് അഫ്ഗാനിസ്ഥാനെ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും.
വഖാൻ കോറിഡോർ മാത്രം മതി. അഫ്ഗാനിസ്ഥാനിൽ ഇനിയിപ്പോൾ പ്രശ്നങ്ങളും താലിബാൻ ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിലും വഖാൻ കോറിഡോർ മാത്രം സെക്യൂർ ആക്കി കഴിഞ്ഞാൽ താജിക്കിസ്ഥാൻ വഴി, ഉസ്ബെക്ക് വഴി അല്ലെങ്കിൽ കിർഗിസ്ഥാൻ വഴി താജിക്കിസ്ഥാനിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് വഖാൻ കോറിഡോർ ക്രോസ് ചെയ്ത് പാക് അധീന കാശ്മീർ വഴി, അതായത് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വഴി ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു പാത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പാക് അധീന കാശ്മീര് സ്വതന്ത്രമാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. സ്വതന്ത്രമായാൽ തന്നെ, അത് ഇന്ത്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ തന്നെ അതുവഴി ഒരു റെയിൽ പാത ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഇന്ത്യയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റഷ്യയും ഇന്ത്യയും ചേർന്നുകൊണ്ട് അത്തരം ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അതിനെ മറികടന്ന് അതുവഴി റെയിൽ പാത ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായിട്ട് കാലാകാലങ്ങളിൽ നിൽക്കുന്ന, ഒരുപക്ഷെ അടുത്ത 100-200 കൊല്ലം തിരിഞ്ഞു നോക്കാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാത നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് റഷ്യയുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യക്കും ആവശ്യമാണ്. യുറേനിയം പോലുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, റെയർ എർത്ത് മിനറൽസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഓയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഗ്യാസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഈ പാത ഉപയോഗിക്കാം. അപ്പോൾ റഷ്യക്ക് ഇപ്പോഴും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. കാരണം ഇതെല്ലാം പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്വാധീനമുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനെ ഒരു പാത ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. അപ്പോൾ ഭാവിയിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ റഷ്യ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. പിന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉസ്ബെക്ക്, തുർക്ക്മെനിസ്ഥാൻ ക്രോസ് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ വഴി ബലൂചിസ്ഥാൻ വരെ ഒരു റെയിൽ പാത കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കപ്പൽ മാർഗം ചരക്ക് നീക്കം സാധ്യമാകുന്ന രീതിയിൽ ഇന്ത്യക്കും റഷ്യക്കും ഒരുപക്ഷെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുകയും ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ പാകിസ്ഥാൻ 3-4 ആയിട്ട് വിഭജിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സിന്ധ് പ്രവിശ്യ അടക്കം സ്വതന്ത്രമാവുകയോ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗമാവുകയോ ഒക്കെ ഭാവിയിൽ ചെയ്തേക്കാം. അങ്ങനെ വന്നാൽ അഫ്ഗാനിസ്ഥാൻ വഴി, ബലൂചിസ്ഥാൻ വഴി സിന്ധ് പ്രവിശ്യയിലൂടെ ഇന്ത്യയിലേക്ക് വരുന്ന തരത്തിൽ ഒരു റെയിൽ പാത ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. നമ്മൾ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പലർക്കും ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നാം. പക്ഷേ ലോകരാജ്യങ്ങൾ കാര്യങ്ങളെ കാണുന്നത് വളരെ വിശാലമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടെയാണ്. അടുത്ത 10, 20, 30 വർഷം എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പല രൂപത്തിൽ വിശകലനം ചെയ്തിട്ടാണ് ലോങ് ടേമിലുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല. പാകിസ്ഥാൻ ഓൾറെഡി അവർക്ക് ഖൈബർ പക്തൂൺഖ്വ മേഖലയിലും ബലൂച്ച് മേഖലയിലും അവർക്ക് ഇന്ന് കാര്യമായ സ്വാധീനമില്ല. പാക് അധീന കാശ്മീർ സ്വതന്ത്രമാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ ലയിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. സിന്ധിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യവും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോ. അങ്ങനെ വന്നാൽ ഈ 2 വഴികളിലൂടെ ഒരു റെയിൽ കണക്ഷൻ സാധ്യമാകും. സോ ഇതൊക്കെ ആയിരിക്കണം റഷ്യയുടെ പദ്ധതി. അല്ലാതെ നിലവിൽ ഇന്നത്തെ കണ്ടീഷനിൽ പാകിസ്ഥാനിലൂടെ വരുന്ന ഒരു റെയിൽ പാത ഇന്ത്യയുമായി കണക്ട് ചെയ്തിട്ട് ഒരു റെയിൽ പാത ഉണ്ടാവും അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. കാരണം ഒരു എയർ സ്പേസ് പോലും പരസ്പരം ക്ലോസ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒരു തരത്തിലും വിശ്വാസമില്ല. അസിം മുനീർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംസ്കാരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. അവരെ നമ്മൾ എന്നും ഓർക്കണം, ആ സംഭവങ്ങൾ മറക്കരുത്, നിങ്ങളെ മക്കളെ പഠിപ്പിക്കണമെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. സോ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നരേറ്റീവ് അവിടെ കാലാകാലങ്ങളായിട്ട് വരുന്ന തലമുറകളുടെ പോലും തലയ്ക്കുള്ളിലേറ്റ് അവർ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് പാകിസ്ഥാനുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ 2 സാധ്യത, ഒന്നുകിൽ പാക് അധീന കാശ്മീർ സ്വതന്ത്രമാകുമ്പോൾ നമുക്ക് റഷ്യയുമായിട്ട് അടിപൊളിയായിട്ട് ഒരു നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പറഞ്ഞ ബലൂചിസ്ഥാനും സിന്ധും സ്വാതന്ത്ര്യം നേടുകയാണെങ്കിൽ ആ നിലയ്ക്ക് അതുവഴി നമുക്കൊരു റൂട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം, ഇതൊന്നും അറിഞ്ഞൂടാത്ത രാജ്യമാണോ റഷ്യ എന്നതാണ്. ഇതൊന്നും അറിയാതെ റഷ്യ എന്തിനാണ് ഇന്ത്യയുമായിട്ട് റെയിൽ മാർഗം കണക്ട് ചെയ്യാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നത്, അങ്ങനെ പ്രത്യാശിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഷ്യ പോലത്തെ ഒരു രാജ്യം, അല്ലെങ്കിൽ അമേരിക്ക, ചൈന പോലുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ അടുത്ത 10, 20, 30, 40 വർഷം സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടാണ് ഒരു പദ്ധതി ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ റഷ്യയുടെ കണക്ക് കൂട്ടലില് ഭാവിയിൽ എന്തൊക്കെയോ നടക്കാൻ പോവാണ്. ഒന്നുകിൽ പാകിസ്ഥാൻ പല കഷ്ണങ്ങളായിട്ട് മാറാം, ബലൂജ്, സിന്ധ് ഒക്കെ പ്രത്യേകം പ്രവിശ്യകളായിട്ട് മാറുകയോ, ഭാവിയിൽ എന്തെങ്കിലും ഒരു സംഘർഷ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സിന്ധ് പ്രവിശ്യ ഇന്ത്യയുമായി കണക്ട് ആവുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ചരിത്രത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ നെഗളിപ്പ് കാണുമ്പോൾ ചിലപ്പോൾ അരുതാത്തൊരു യുദ്ധമൊക്കെ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യ പാക് യുദ്ധം ഇനി സംഭവിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ പാകിസ്ഥാൻ വലിയ വില അതിന് കൊടുക്കേണ്ടി വരും. എല്ലായ്പ്പോഴും ഇന്ത്യ ഒഴിഞ്ഞു മാറി കൊടുക്കണമെന്നില്ല.
യുദ്ധങ്ങൾ നീണ്ടുപോകാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണമെന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ കൊടുക്കാനുള്ളത് കൊടുത്തെല്ലാം നിർത്തുകയാണ് ചെയ്തത്. അതായത് എന്നും ഇന്ത്യ അങ്ങനെ ആകണമെന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ ആ യുദ്ധത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ തീരുമാനിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അതൊരു വശം. രണ്ട്, പാക് അധീന കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ ഒട്ടും പാകിസ്ഥാൻ അനുകൂലമല്ല. ഒന്നാമത്തെ കാര്യം, പാക് അധീന കാശ്മീരും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ റീജിയൻ, അവിടെ പഷ്തൂണുകൾ പാകിസ്ഥാൻ എതിരായി മാറിക്കഴിഞ്ഞു. അവരവരുടെ സ്വന്തമായ രാജ്യം വേണം, അല്ലെങ്കിൽ അഫ്ഗാന്റെ ഭാഗമാകണം എന്ന നിലപാടിലേക്ക് മാറുകയാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ ഓൾറെഡി പാകിസ്ഥാനിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഇനി അഫ്ഗാനിസ്ഥാന്റെ കാര്യം എടുത്താൽ ഓൾറെഡി പാകിസ്ഥാനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു താലിബാൻ. അപ്പൊ ഈ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എതിരാണ്, ഖൈബർ പഖ്തൂൺഖ മേഖല എതിരാണ്, ബലൂച്ച് മേഖല എതിരാണ്. സ്വാഭാവികമായിട്ട് പാക് അധീന കാശ്മീരിലെ ജനങ്ങളും ഭരണകൂടത്തിനും പട്ടാളത്തിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഭരണകൂടത്തിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ പട്ടാളത്തിനെതിരെ കൂടെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് പാക് അധീന കാശ്മീർ ചിലപ്പോൾ സമീപ ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ്. അപ്പൊ റഷ്യ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു റെയിൽ മാർഗമുള്ള ഒരു കണക്ടിവിറ്റിയെ കുറിച്ച് ഇന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വഴി ഒരു കണക്ഷൻ അത് പ്രായോഗികമല്ല, അതിന് എപ്പോഴും റിസ്ക്കുമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ റഷ്യയുടെ കാഴ്ചപ്പാടിൽ അടുത്ത പതിറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് വർഷങ്ങളിൽ കാര്യമായ പലതും നമ്മുടെ ഈ സൗത്ത് ഏഷ്യയിൽ സംഭവിക്കാൻ പോവാണ്. ഇവിടത്തെ ഭൂമിയിലെ അതിർത്തികൾ മാറ്റി എഴുതുന്ന ജിയോഗ്രഫിയും അതുപോലെ ഇവിടത്തെ ജിയോ പൊളിറ്റിക്സും മാറ്റി എഴുതുന്ന പല സംഭവങ്ങൾക്കും ഒരുപക്ഷെ ഇനി വരുന്ന കുറച്ച് നാളുകൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അത്തരം ഒരു വിലയിരുത്തൽ റഷ്യൻ ഭരണകൂടത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.